എറണാകുളം ചെറായി ബീച്ചിൽ തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തി. കുസാറ്റിലെ ബിടെക് വിദ്യാർത്ഥിയായ ബീഹാർ സ്വദേശി ഖലീദ് മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. അമൽ, എപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്? രണ്ടുപേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായതാണ്. ഒരാൾ രക്ഷപ്പെട്ടു, മറ്റൊരാൾ തിരയിൽപ്പെട്ടു പോയി. പറയൂ. അമൽ, സംഭവം നടക്കുമ്പോൾ 24 സംസ്ഥാന സാക്ഷികളായിരുന്നു. ഈ 7 അംഗ സംഘമായിരുന്നു, കുസാറ്റിൽ നിന്ന് വന്ന 7 അംഗ വിദ്യാർത്ഥി സംഘമായിരുന്നു ചെറായി ബീച്ചിൽ ഉല്ലസിക്കുവാൻ വേണ്ടി എത്തിയത്. ഇവരിൽ 2 പേരാണ് തിരയിൽപ്പെട്ടത്. ഈ തിരയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ കടലിന്റെ അപകടങ്ങളൊന്നും തിരിച്ചറിയാതെ ആ കടലിലേക്ക് അതിന്റെ ഉല്ലാസത്തിൽ മുഴുകി ആ കടലിലേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് ഇവർ കടലിന്റെ അഗാധങ്ങളിലേക്ക് ഒലിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായത്. അതിനെ തുടർന്ന് നാട്ടുകാർ ഇത് തൽക്ഷണം കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് ആ നാട്ടുകാരെല്ലാം ആ സമയത്ത് തന്നെ കടലിലേക്ക് ഇറങ്ങുകയും മത്സ്യബന്ധന തൊഴിലാളികളുടെ സഹായം മൂലം ഈ 2 കുട്ടികളിൽ ഒരാളെ ആ സമയത്ത് തന്നെ രക്ഷപ്പെടുത്തുവാൻ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് സാധിക്കുകയുണ്ടായി. എന്നാൽ ഒരാൾ ഈ കടലിലേക്ക് വഴുതി പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രദേശത്ത്, അതായത് നമുക്കറിയാവുന്നതാണ്, ചെറായിലെ കടൽ തീരകളുടെ അപകടമായിട്ടുള്ള പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അപകടം ഈ വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. അല്ല എങ്കിൽ നാട്ടുകാർ കൊടുത്ത മുന്നറിയിപ്പുകളൊന്നും ഇവർ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നൊക്കെയുള്ള പ്രാഥമിക വിവരങ്ങളായിരുന്നു ആ സമയത്തെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ ചെറായിയുടെ നീണ്ടു കിടക്കുന്ന ബീച്ചിൽ അവിടെയുള്ള ലൈഫ് ഗാർഡുകളുടെ എണ്ണത്തിലെ കുറവാണ്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ ലൈഫ് ഗാർഡുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 4 ലൈഫ് ഗാർഡുകളായിരുന്നു ായിട്ടുള്ള ബീച്ചിൽ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഈ അവിടെ ഉണ്ടായിരുന്ന ലൈഫ് ഗാർഡുകൾക്ക് ഇവരെ രക്ഷിക്കുവാൻ സാധിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികളുടെ കൂടി തെരച്ചിലിന്റെ ഭാഗമായിരുന്നു. ഇതിനുശേഷമാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുന്നതും ഫയർഫോഴ്സ് രംഗത്ത് വരുന്നതും കോസ്റ്റ് ഗാർഡിന്റെ സഹായം തേടുന്നതും ഈ കുട്ടിയുടെ മൃതദേഹം രാത്രി 8:30 കൂടി കണ്ടെത്തുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയ്ക്കാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഓക്കെ, താങ്ക് യു. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ അപകടത്തിന് നമ്മുടെ ക്യാമറ സാക്ഷികളായിരുന്നു. ഈ വിദ്യാർത്ഥികൾ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കാരണം പലപ്പോഴും വിദ്യാർത്ഥികൾ കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഈ ആഴമുള്ള സ്ഥലമാണ്, അപകടമാണ് എന്നൊന്നും അവർ പരിഗണിക്കാറില്ല. എന്തായാലും കുസാറ്റിലെ ബിടെക് വിദ്യാർത്ഥിയായ ബീഹാർ സ്വദേശിയാണ് മരിച്ചത്. സങ്കടകരമായ വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്.